സംസ്കൃതത്തിലെ ആശയങ്ങളും ആദ്യകാല രാഷ്ട്രങ്ങളും എന്ന അധ്യായത്തിലെ ബുദ്ധിസം എന്ന ഭാഗത്തെ ആസ്പദമാക്കി ഞങ്ങൾ ഇന്നിവിടെ അവതരിപ്പിക്കുന്നു സിദ്ധാർത്ഥ ഗാഥ. ജനങ്ങളെ, ലുംബിനി ദേശത്തെ ശുദ്ധോദന മഹാരാജാവിനും മായ മഹാറാണിക്കും ഒരാളുകൾ ജനിച്ചിരിക്കുന്നു. തേജോമയനായ ആ കുമാരനെ സിദ്ധാർത്ഥ നാമകരണം ചെയ്തിരിക്കുന്നു. മഹാജനങ്ങളെ, ലുംബിനി ദേശത്തെ ശുദ്ധോദന മഹാരാജാവിനും പ്രഭു, അങ്ങ് കാണുന്നില്ലേ നമ്മുടെ പുത്രന്റെ ചൈതന്യം? അതെ, എന്തൊരു തേജസ്സാണ്! ആ തേജസ് ഈ കൊട്ടാരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഐശ്വര്യം തുടങ്ങുകയായിരുന്നു തോന്നുന്നു റാണി. അതെ പ്രഭു, നമുക്കിവനെ വലിയൊരു രാജാവാക്കണം. രാജാവല്ല റാണി, നമുക്കവനെ 7-14 ലോകവും അറിയുന്ന ഒരു ചക്രവർത്തിയാക്കി മാറ്റണം. അതെ പ്രഭു, നമുക്കിവന്റെ ജാതകം ഒന്ന് എഴുതിക്കണ്ടേ? അതല്ലേ കൊട്ടാരത്തിലെ രീതി. അങ്ങനെയാണോ? എങ്കിൽ രീതികളൊന്നും മാറ്റണ്ട, നമുക്ക് ഉടനെ അവന്റെ ജാതകം വായിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യാം. ആരെവിടെ? പ്രണാമൻ രാജൻ. മന്ത്രിമുഖ്യ, ഉടനെ കൊട്ടാരം ജോത്സ്യനോട് നമ്മെ മുഖം കാണിക്കാൻ പറയൂ. അവിടുത്തെ ആജ്ഞ പോലെ. പ്രണാം രാജൻ. പ്രണാം റാണി. വന്ദനം ഗുരു. ഗുരു, നമ്മുടെ മകന്റെ ജാതകം ഒന്ന് വായിക്കണമല്ലോ. തീർച്ചയായും രാജൻ. രാജൻ, എന്താണ് ഗുരു? എന്താണ് അങ്ങയുടെ മുഖത്തൊരു ആശങ്ക? കുമാരന്റെ ജാതകം അത്ര ശുഭകരമായി തോന്നുന്നില്ല. എന്താണ് പറയുന്നത് ഗുരു? റാണി, സിദ്ധാർത്ഥ രാജകുമാരനെ ഒരു രാജാവാനുള്ള യോഗം കാണുന്നില്ല. കുമാരനൊരു സന്യാസി ആവാനാണ് ജാതകം. സന്യാസിയോ? ഇതിന് പരിഹാരമൊന്നുമില്ലേ ജോത്സ്യരെ? ഇതിന് ഒരേ ഒരു പരിഹാരം മാത്രമുണ്ട്. കുമാരനെ ഭൗതിക ലോകത്തിന്റെ ദുഃഖങ്ങളൊന്നും അറിയിക്കാതെ കൊട്ടാരത്തിൽ പോയിക്കോളൂ. റാണി, ഗുരു, നമ്മുടെ പുത്രന്റെ ജാതകം ഇപ്രകാരം വന്നു ഭവിച്ചത് നാം വളരെ അസ്വസ്ഥയാണ് ഗുരു. നാമും അസ്വസ്ഥതയാണ് റാണി. പക്ഷേ ദൈവഹിതം അതാണെങ്കിൽ നമുക്ക് മറിച്ച് എന്താണ് ചെയ്യാനാവുക? ഇനിയെല്ലാം വിധിക്ക് വിട്ടുകൊടുക്കാം. വരൂ. സിദ്ധാർത്ഥ രാജകുമാരൻ എഴുന്നേൽക്കൂ. കുമാരനെ സന്തോഷിക്കാനായി കൊട്ടാരം നർത്തകിമാരുടെ നൃത്തം ആരംഭിക്കട്ടെ. ഭേഷ്, ഇത് സ്വീകരിച്ചാലും. അങ്ങേ മുഖം കാണിക്കുന്നതായി അയൽരാജ്യങ്ങളിലെ 2 കുമാരന്മാർ എത്തിയിരിക്കുന്നു. വരാൻ പറയും. പ്രണാമം. അങ്ങേക്ക് സുഖം തന്നെയല്ലേ? സുഖം തന്നെ. നിങ്ങൾക്കോ? വരൂ. ആരംഭിക്കാം. ഗംഭീരൻ. രാജകുമാരൻ വിജയിച്ചിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. പ്രണാമം പിതാശ്രീ. പ്രണാമമാണ് മാതാശ്രീ. ഇരിക്കൂ കുമാര. ഇന്ന് എന്തെല്ലാമാണ് നീ ചെയ്തത്? ഇന്ന് കൊട്ടാരത്തിൽ നിരവധി നൃത്തനൃത്യങ്ങൾ ആസ്വദിച്ചു നാം. പോരാത്തതിന് അയൽരാജ്യത്തെ രാജകുമാരന്മാരോടൊപ്പം വിവിധ ക്രീഡകളിലും നാം ഏർപ്പെട്ടു. നാമാണ് അതിൽ വിജയിച്ചത് പിതാശ്രീ. നന്നായി കുമാര. കുമാര,
നീ സന്തോഷവാനല്ലേ? സന്തോഷവാനാണ് മാതാശ്രീ. മാതാശ്രീ, ഈ ലോകത്ത് സന്തോഷങ്ങൾ മാത്രമാണോ ഉള്ളത്? അതെ മകനെ, ഈ ലോകമെങ്ങും സന്തോഷം മാത്രമാണുള്ളത്. ഈ പ്രപഞ്ചത്തിന്റെ സത്യം തന്നെ സന്തോഷത്തിലല്ലേ കുമാര? അതല്ലേ നീ ചുറ്റും കാണുന്നത്. വരൂ, നമുക്ക് ഉദ്യാനത്തിലേക്ക് പോകാം. രാജകുമാരൻ കൊട്ടാരത്തിൽ നിന്നിറങ്ങി തെരുവു വീതിയിലൂടെ സഞ്ചരിക്കുന്നു. നിൽക്കൂ, നിങ്ങൾ സന്തോഷവതിയല്ലേ? അല്ല കുമാര, എനിക്ക് ആദ്യമുള്ള മകൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ സന്തോഷത്തോടെ ജീവിക്കും? നിൽക്കൂ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവതിയായിരുന്നില്ലേ? സന്തോഷമോ? ഈ വാർദ്ധക്യത്തിൽ ഞാൻ എങ്ങനെ സന്തോഷിക്കാനാണ് പോകുന്നത്? എന്റെ പുത്രന്മാർ ആരും എന്നെ നോക്കുന്നില്ല. എന്റെ ജീവിതം ഇരുട്ടിലാണ്. നിൽക്കൂ, നിങ്ങൾ സന്തോഷവാനല്ലേ? സന്തോഷം എന്തെന്ന് എനിക്ക് അറിയില്ല കുമാര. എന്റെ ദിനരാത്രങ്ങളെല്ലാം അതിന്റെ വിധി കണ്ടില്ലേ കുമാര? ഈ യൗവനത്തിൽ തന്നെ അവന് മാരക രോഗം ബാധിച്ചിരിക്കുകയാണ്. ഇതിന്റെ വേദന എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. നിൽക്കൂ കുമാരന്മാരെ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവാന്മാരല്ലേ? സന്തോഷം മാത്രമല്ല കുമാര, സന്തോഷവും ദുഃഖവും സമ്മിശ്രമായതാണ് ജീവിതം. പ്രണാമം സന്യാസി ശിഷ്യരെ. ഈ ലോകത്ത് സന്തോഷമല്ലാതെ മറ്റെന്തെങ്കിലും അവസ്ഥയുണ്ടോ? ഉണ്ട് കുമാര. ഈ ലോകത്ത് സന്തോഷം മാത്രമല്ല, നമ്മുടെ ജീവിതം സന്തോഷവും ദുഃഖവും ചേർന്നതാണ്. എന്നാൽ താങ്കൾ ഈ ലോകത്തിലെ സന്തോഷം മാത്രമാണ് ഇതുവരെ അനുഭവിച്ചത്. മറ്റു ദുഃഖങ്ങളൊന്നും താങ്കൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ല. താങ്കൾ സമാധാനപരമായൊന്ന് ചിന്തിച്ചു നോക്കൂ. താങ്കൾക്ക് ഉത്തരം ലഭിക്കും, തീർച്ച. ഇന്ത്യയിൽ ഉത്ഭവിച്ച് ലോകം മുഴുവൻ വ്യാപിച്ച ബുദ്ധമതാശയങ്ങളുടെ സൃഷ്ടാവാണ് ഗൗതമ ബുദ്ധൻ. 4 സത്യങ്ങൾ, അഷ്ടാംഗമാർഗ തുടങ്ങി പ്രധാന തത്വങ്ങളിലൂടെ ഇന്ത്യയിൽ അന്നേ വരെ നിലനിന്നിരുന്ന ജാതി ചാതുർവർണ്ണ സമ്പ്രദായങ്ങളെ ഉടച്ചു വാർക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ചത് ബുദ്ധനും ബുദ്ധമത ആദർശങ്ങളുമായിരുന്നു. BC 6-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലുണ്ടായ പ്രധാന മാറ്റങ്ങളുടെ കാരണമായ ബുദ്ധിസം ലോകമെമ്പാടുമുള്ള ജനമനസ്സുകളിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്നു. നന്ദി.